ആളുകളാണ് മൂസായോട് കൂടെ വന്നത്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം 16 ലക്ഷം 16 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു അന്ന് മൂസായോട് കൂടെ അലൈഹിസ്സലാം. സയ്യിദുനാ മൂസ കടൽക്കരയിൽ വന്നു നിന്നു. എന്ത് ചെയ്യും? നിർവാഹമില്ല. 6 ലക്ഷം പട്ടാളത്തോട് കൂടെ ഫിറഔൻ ബാക്കിലുണ്ട്. എന്ത് ചെയ്യും? അപ്പോഴാണ് നാം പിളർത്തി തന്നെ ഓർമ്മയില്ലേ? നാം പിളർത്തി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കുറച്ച് ദൂരം എന്നല്ല. കാരണം 16 ലക്ഷം ആളുകൾക്ക് സെക്കൻഡ് കൊണ്ട് ഓടിക്കയറണം അക്കരക്ക്. മനസ്സിലാണ്ടോ പറഞ്ഞത് മനസ്സിലായില്ലേ? 16 ലക്ഷം. അതായത് ചെറിയൊരു വഴിയല്ല. ചെറിയൊരു വഴിയാകുമ്പോ ഓരോരുത്തരും കിടക്കാം. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ എത്ര ആള് കിടക്കണം? ബാക്കിൽ ആരുണ്ട്? സർവ ആയുധ സന്നാഹത്തോടുകൂടെ ആര് ബാക്കിൽ വരുന്നുണ്ട്? നിങ്ങൾ രക്ഷപ്പെട്ടതല്ല, നാം കടലിനെ പുലർത്തി, നാം നിങ്ങളെ രക്ഷപ്പെടുത്തി. അപ്പോൾ പിളർത്തിയതും നാം രക്ഷപ്പെടുത്തിയതും. മുത്ത് മുഹമ്മദ് മുസ്തഫ أو إذا رأيتم كثرة البلاء فأكثروا محمد مصطفى. പരീക്ഷണങ്ങൾ അധികരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ പെരുപ്പിച്ചു പറയുക. എന്താ പെരുപ്പിച്ചുണ്ട്? പരീക്ഷണം അധികരിക്കുന്ന കാലത്ത് നിങ്ങൾ പെരുപ്പിച്ചു പറയുക. ഏത്? റളീനാ ബില്ലാഹി റബ്ബൻ وبالإسلام دينا وبمحمد نبيا وبالقرآن حكما وإماما. محمد مصطفى إذا رأيتم كثرة البلاء പരീക്ഷണം അധികരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ ഫാക്കിറൂ, നിങ്ങൾ പെരുപ്പിച്ചു പറയണം. എന്ത് പെരുപ്പിച്ചു പറയണമെന്നോ? റളീനാ ചെല്ലി റളീനാ ബില്ലാഹി റബ്ബാ وبالإسلام دينا وبمحمد نبيا وبالقرآن حكما وإماما فأكثروا. പരീക്ഷണങ്ങൾ അധികരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഏറെ പറയണം, നിങ്ങൾ പെരുപ്പിച്ച് പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്നൊക്കെ ചെയ്തു കൊടുക്കുക. ഇദാ റഅയ്തും കസ്റത്തൽ ബലാഇ ഔ ഇദാ കസ്റൽ ബലാഉ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തും കസ്റത്തൽ ബലാഇ, ബലാ അധികരിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ ഫഖൂലു ഫഅക്സിറു, നിങ്ങൾ പെരുപ്പിച്ച് പറയണം. എന്താ പെരുപ്പിച്ച് പറയേണ്ടത്? റളീനാ ബില്ലാഹി റബ്ബാ, റളീനാ ബില്ലാഹി റബ്ബാ. അല്ലാഹു രക്ഷിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. റളീനാ, ഞങ്ങൾക്ക് പൊരുത്താണ്. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ആ തൃപ്തിയിലാണ്. ഞങ്ങളെ അല്ലാഹു രക്ഷിക്കും എന്ന തൃപ്തിയിലാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? അതായത് പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ അധികരിക്കുന്നുണ്ട്. ഞങ്ങൾ എന്താ പറയേണ്ടത്? റളീനാ ബില്ലാഹി റബ്ബൻ. ഞങ്ങൾ ഇപ്പോഴുള്ള പ്രതീക്ഷ നരേന്ദ്രമോദി രക്ഷിക്കുന്ന പ്രതീക്ഷയിലിരിക്കല്ല. റളീനാ ബില്ലാഹി പറയും മനുഷ്യന്മാരെ. റളീനാ ബില്ലാഹി റബ്ബൻ, അല്ലാഹു രക്ഷിക്കുമെന്ന തൃപ്തിയിലാണ് ഇപ്പോഴും ഞങ്ങൾ ഉത്തരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എപ്പോഴും പറയണം എന്ന് മുഹമ്മദ് മുസ്തഫ. മറ്റോരോ അവിടെ ഉണ്ടാവുന്ന ആരുണ്ട്? അവരവിടെ ഉണ്ടാവുന്ന ആര് പറഞ്ഞു? അവരൊന്നും ഇപ്പം പണ്ടുണ്ടായിരുന്നില്ലല്ലോ. പണ്ടാ കസേരത്തിന് ഇന്ദിരാഗാന്ധിയാണ്. എവിടെ പോയി? അതിനു മുമ്പ് അവൻ അച്ഛൻ നെഹ്റു ആയിരുന്നു. എവിടെ പോയി? അതിന്റെ മുമ്പ് കസേര മൗണ്ട് ബാറ്റൻ പ്രഭയായിരുന്നു. എവിടെ പോയി? ഇതൊക്കെ എവിടെ പോയി? അപ്പോൾ നിങ്ങൾ നിങ്ങൾ പെരുപ്പിച്ചു പറയുക. എന്താ പറയേണ്ടത്? അല്ലാഹു രക്ഷിക്കും എന്ന പൊരുത്തത്തിലാണ് ഇപ്പോഴും, തൃപ്തിയിലാണ് ഇപ്പോഴും ഞങ്ങളുള്ളത്. ഞങ്ങൾ ആ ഒരു തൃപ്തിയിലാണ്. അല്ലാഹു രക്ഷിക്കും ചെയ്യും. നിന്നെ രക്ഷിക്കാൻ ഏറ്റവൻ ലൈസ ബിളല്ലാമിൻ, ആക്രമിക്കാൻ മെനക്കെടൂല. നിന്നെ രക്ഷിക്കാൻ ഏറ്റവൻ ആക്രമിക്കാൻ നടക്കണില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എന്ത് വർത്തമാനായി പറയുന്നത്? ഭൗതികമായ കാര്യങ്ങൾ അസ്ബാബുകളെല്ലാം നമ്മൾ ചെയ്യണം. അല്ലാഹു തആല ഭക്ഷണം തരുന്നവനാണ് എന്ന് വിചാരിച്ച് പണി കടന്നുറങ്ങാൻ പറ്റൂല. നേരത്തെ പണിക്കോണം. അതെന്തേ? അത് അല്ലാഹുവിന്റെ ഒരു കൽപ്പനയാണ്. അപ്പൊ നമ്മൾ പണിക്കോണം. കച്ചവടത്തിന് പോകണം, പണിക്കോണം. എന്നാൽ അല്ലാഹു തരുന്നതാണ്. ഇതോ അല്ലാഹുവിന്റെ കൽപ്പനയാണ്.
അപ്പോൾ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ജനാധിപത്യ സമരങ്ങൾ ചെയ്യണം. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അതൊരു കാലഘട്ടത്തിൽ നിർബന്ധമാണ്, അത് ചെയ്തിരിക്കണം. പക്ഷേ രക്ഷിക്കുന്നവനാണ് അല്ലാഹുവാണ്. فإن تصاريف الزمان عجيبة فيوما ترى عسرا ويوما ترى يسرا فإن تصاريف الزمان عجيبة കാലത്തിന്റെ ക്രയവിക്രയങ്ങൾ അത്ഭുതകരമാണ്. فإن تصاريف الزمان عجيبة يوما ترى عسرا ഒരു ദിവസം പ്രയാസമാണെങ്കിൽ പിറ്റേന്ന് സന്തോഷമായിരിക്കും, എളുപ്പമായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ ഇവിടെ ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. പ്രസംഗത്തിന്റെ ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇതാണ് പ്രസംഗത്തിന്റെ ഒന്നാമത്തെ ഭാഗം. ഒറ്റ ഭാഗം കൂടി പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കും. അപ്പൊ ഭൗതികവാദികളെ പോലെ നമ്മൾ സംസാരിക്കരുത്. നമുക്കൊരു കിതാബുണ്ട്. ആ കിതാബ് ഹബ്ലുല്ലാഹിൽ മതീൻ വനൂറുൽ മുബീൻ വദ്ദിക്റുൽ ഹകീം വസ്സിറാത്തുൽ മുസ്തഖീം. القرآن حبل ممدود بين السماء والأرض എന്ന് മുഹമ്മദ് മുസ്തഫ. ആകാശത്തിൽ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് കയറാൻ വേണ്ടി ഇട്ടുന്ന ഏതെങ്കിലും കയത്തിൽ നിങ്ങൾ പെട്ടാൽ നിങ്ങൾക്ക് പിടിച്ചു കയറാൻ വേണ്ടി ആകാശത്തിന് താഴെക്കിട്ട കയറാണ് ഖുർആൻ എന്ന് മുഹമ്മദ് മുസ്തഫ. അതിന്റെ ഒരു തല അള്ളാന്റെ കയ്യിലും ും മറ്റേ തല നിങ്ങളെ കയ്യിലുമാണ്. എപ്പോഴും കയറാം, നിങ്ങൾക്ക് എപ്പോഴും കയറാം എന്ന് മുഹമ്മദ് മുസ്തഫ. പേടിക്കണ്ട. അപ്പോൾ ഖുർആൻ സാധാരണ ഒരു കിതാബല്ല. ഖുർആനിന്റെ ലാഭം സാധാരണ ലാഭമല്ല. സാധാരണയെ സമീപിക്കുന്നത് പോലെ ഖുർആനെ സമീപിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതിന് ഒന്നാമതായി എന്ത് വേണം? അചഞ്ചലമായ വിശ്വാസം എല്ലാവരുടെയും ഉള്ളിലുണ്ടാകണം. അചഞ്ചലമായ വിശ്വാസം. റബ്ബ് സുബ്ഹാനഹു വ തആല അതെങ്ങനെ അത് നമുക്കറിയില്ല. എന്റെ പെര വിട്ട് കടം വിട്ടാൻ തൗഫീഖ് തരണേ പടച്ചോനെ. ഞാൻ ദ്വാരക്കണ്ട. കടം വന്നു, പടച്ചോൻ എഞ്ചിനീയർ ആയി കൊടുക്കണ്ട. പടച്ചോനെ കടം വീടണം. അതിനെന്താ വഴി നോക്കണം. മനസ്സിലായില്ല? പര നിർത്തുന്നതിലാണ് ഖൈർ എങ്കിൽ പര വിൽക്കാൻ വേണ്ടി ദ്വാരക്കേണ്ട ആവശ്യം. നിങ്ങൾക്ക് പറയണ മനസ്സിലാവുന്നുണ്ടോ? പറയും മനുഷ്യന്മാരെ. ചില ആളുകൾ ദ്വാരക്കും എന്ത് പര വിറ്റിട്ട് കടം വിടാൻ തൗഫീഖ് തരണേ പടച്ചോനെ. അപ്പൊ എഞ്ചിനീയർ ആയി ആർക്ക് രക്ഷപ്പെടുത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ആർക്ക്? എന്താണ് ഉദരംപോയിൽക്കാരെ നിങ്ങൾ മുണ്ടാ പ്രാണികളെ പോലെ ഇരിക്കണമെന്ന് മുണ്ടി മനുഷ്യന്മാരെ. ഇവൻ പടച്ചോനോട് പറയാ. എന്ത് പറയാ? പടച്ചോനെ എന്റെ പര വിറ്റിട്ട് കടം വിടാൻ തൗഫീഖ് തരണേ. അപ്പൊ അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കാം കടം വീട്ടേണ്ട രൂപം. അങ്ങനെ പറഞ്ഞ അള്ളാഹിനോട് അള്ളാഹ് കടം വീടണം വയ്യോർന്നുണ്ടോ? ചിലപ്പോ പുര വെക്കല്ലാണ് ഖൈറെങ്കിൽ നാളെ കച്ചവടക്കാരൻ വരും വിറ്റള. അപ്പൊ ഈ മനസ്സിലാക്കി നേരത്തെ അള്ളാഹ് സ്വീകരിച്ചതാണ്. മനസ്സിലാവോട് പറഞ്ഞത്? ആ പുരയോ ആ പുര ഖൈറാണെങ്കിൽ ഇതിനെ വിളിക്കുന്നത് കടോ അതിനെ വഴിയോ അള്ളാഹ് അങ്ങോട്ട് എഞ്ചിനീയർ ആകരുത് നമ്മൾ വിചാരിച്ചല്ല. ചിന്തിക്കുക. 10,000 ഉറുമ്പുകൾ ഒരു ഭരണിയിൽ അകപ്പെട്ടു. ഭരണി തുറന്നു വെച്ച നേരത്താണ് ഭരണിയുടെ ഉള്ളിൽ കയറി കൂടിയത്. നല്ല മാങ്ങച്ചാറിന്റെ അതിന്റെ മണം അങ്ങനെ കിട്ടിയപ്പോൾ ഉറുമ്പ് ഉള്ളിൽ കയറി. പിന്നെയാണ് ഉമ്മാമ വന്ന് ഭരണി അടച്ചത്. നല്ല ബാച്ചറൊക്കെ അടിച്ച് നല്ല റബ്ബറിന്റെ ബാച്ചറൊക്കെ ഇട്ടിട്ട് ഒറ്റ അടപ്പിട്ട് ഭരണിയാണ് അടച്ചോട് കൂടി ഉറുമ്പുകൾ കയറി നേരെ പലതും ഉറുമ്പിന്റെ കൊമ്പ് കൊണ്ടും ഉറുമ്പിന്റെ തല കൊണ്ടും കുത്തി നോക്കി. 10,000 ഉറുമ്പ് കുത്തി നോക്കി. ഒരു നിർവാഹമില്ല. 10,000 ഉറുമ്പുകളാണ് ഭരണിയിലുള്ളത്. 10,000 ഉറുമ്പുകളെ ഭരണിയിൽ കയറി. പെട്ടെന്ന് ഉമ്മാമ ഭരണി അടിച്ചുപോയി. കാറ്റ് പോലും കടക്കാത്ത ഒരു സുഷിരം പോലും ഇല്ലാത്ത വാസറൊക്കെ ഇട്ട് നല്ല ടൈറ്റാക്കി നല്ല റബ്ബറൊക്കെ ഇട്ട് എന്റെ നല്ല വട്ടൊക്കെ വെച്ച് വൃത്തിയാക്കിയിട്ട് കോറ്റാടപ്പടച്ചു. ഒരു സുഷിരം വരുന്നിടത്തേക്ക് നല്ല തുളസിയിലൊക്കെ ചുറ്റി വൃത്തിയാക്കി ഒറ്റാടപ്പടച്ചു. ഉമ്മാമ ശ്വാസം മുട്ടി. നിർവാഹമില്ല. ഉറുമ്പുകൾ ഇനി എന്താ രക്ഷപ്പെടാവൂ? എല്ലാ ഉറുമ്പുകളും കയറി കുത്തി
നോക്കി 10,000 ഉറുമ്പുകൾ ഒന്നിച്ച് തല കൊണ്ട് കുത്തി നോക്കി. ഇത് 1,00,000 ഉറുമ്പുകളും കുത്തിയിട്ട് കാര്യമില്ല. ആ ജാതി നല്ല കാനപ്പെട്ട ഗ്ലാസിന്റെ അടപ്പാണ്, നല്ല ഭരണിന്റെ കറക്റ്റുള്ള അടപ്പ്. എന്ത് ചെയ്യും? ഇത് നോക്കിയിരിക്കുന്നുണ്ട് ഒരാള് ഇവിടെ, ഭരണിക്കാരൻ. അയാൾ ചിരിച്ചുകൊണ്ട് ആ മൂടി ഇങ്ങനെ നിർത്തിച്ചാൽ മതി. 10,000 ഉറുമ്പിനെ 1 സെക്കൻഡ് കൊണ്ട് പുറത്തിറക്കാൻ കഴിയും. ഉറുമ്പിനെ പരിഹാരമില്ലായിട്ടുള്ളൂ, ഭരണിക്കാരനൊരു പ്രശ്നമില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? 1 സെക്കൻഡ് 16 ലക്ഷം ആളുകളാണ് മൂസായോട് കൂടെ വന്നത്. സയ്യിദ്നാ മൂസ അലൈഹിസ്സലാം 16 ലാഖ് 16 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു അന്ന് മൂസായോട് കൂടെ അലൈഹിസ്സലാം. സയ്യിദ്നാ മൂസ കടൽക്കരയിൽ വന്നു നിന്നു. എന്ത് ചെയ്യും? നിർവാഹമില്ല. 6 ലക്ഷം പട്ടാളത്തോടുകൂടെ ഫിറഔൻ ബാക്കിലുണ്ട്. എന്ത് ചെയ്യും? അപ്പോഴാണ് നാം പിളർത്തി തന്ന ഓർമ്മയില്ലേ? നാം പിളർത്തി അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി നല്ല കുറച്ച് ദൂരം നല്ല. കാരണം 16 ലക്ഷം ആളുകൾക്ക് സെക്കൻഡ് കൊണ്ട് ഓടിക്കേറണം അക്കരക്ക്. മനസ്സിലാണ്ടോ പറഞ്ഞത് മനസ്സിലായില്ലേ? 16 ലക്ഷം. അതായത് ചെറിയൊരു വഴിയല്ല, ചെറിയൊരു വഴിയാവുമ്പോ ഓരോരുത്തരും കിടക്കാം. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ എത്ര ആള് കിടക്കണം? ബാക്കിൽ ആരുണ്ട്? സർവ ആയുധ സന്നാഹത്തോടുകൂടെ ആര് ബാക്കിൽ വരുന്നുണ്ട്? അപ്പൊ ഇവിടെ ഗേറ്റിംഗ് ഉണ്ടല്ലോ, ചില ആളുകളുണ്ടല്ലോ, ഒരാൾക്ക് മാത്രം കിടക്കാവുന്ന ഒരു ഗേറ്റില്ലേ? കാലത്തിന്റെ മനുഷ്യന്മാരെ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ കഴിയുമ്പോ ഒരാൾക്ക് ഒറ്റക്ക് നടക്കാം. പിന്നെ അങ്ങനെയുള്ള ഗേറ്റില്ല. അങ്ങനത്തെ ഒരു ഗേറ്റ്, പോലത്തെ ഒരു ഗേറ്റിലൂടെ അള്ളാഹു തആല എന്ത് ചെയ്ത് ചെങ്കടലിനെ ഒരാൾക്ക് കിടക്കാവുന്ന രൂപത്തിലാണ് ആക്കി തന്നിരുന്നത് എങ്കിൽ 16 ലക്ഷം അന്ന് തുടങ്ങി അന്നും തീർന്നിട്ടുണ്ടാവില്ല. ചിന്തിക്ക്, ഇതെന്തായത്? നാം പിളർത്തി. കടലിനോട് പറഞ്ഞു, കടല് പോകുന്നു. അങ്ങോട്ട് പോയി കടലിൽ. ഓരോരുത്തരുടെയും മുന്നിൽ ഹൈവേ റോഡ് പോലെ ഒരാൾ മറ്റേ ആളെ കാല് തട്ടി തടഞ്ഞു വന്നില്ല. ഓട്ടമാണ് ഓടുന്നത് ഓരോരുത്തരും. നിങ്ങൾ രക്ഷപ്പെട്ടതല്ല, നാം കടലിനെ പുലർത്തി, നാം നിങ്ങളെ രക്ഷപ്പെടുത്തി. അപ്പോൾ പുലർത്തിയതും നാം രക്ഷപ്പെടുത്തിയതും നാം. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അപ്പോൾ ഭൗതികവാദികൾ പോലെ നമ്മൾ സംസാരിക്കുന്നത് രക്ഷപ്പെടുത്തും അല്ലാഹു തആല. അതെങ്ങനെ? അത് നമുക്കറിയില്ല. അവർ രക്ഷപ്പെടുത്തും. പേടിക്കണ്ട, ചിന്തിക്കണം. പിന്നെ ഒരു പ്രയാസം ഉണ്ടായില്ല. അത് കേറി സയ്യിദ്നാ മൂസ അലൈഹിസ്സലാം 16 ലക്ഷം ആളുകൾക്ക് കാല് തട്ടിത്തടഞ്ഞില്ല. ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല. പക്ഷേ ബേക്കിൽ വന്ന് ഫിറഔനെ അവരെ രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല തീരുമാനിച്ചിട്ടില്ല. ഫറോവയുടെയും ആളുകളെയും നമ്മൾ മുക്കുകയും ചെയ്തു. മുക്കിയതും നാം, രക്ഷപ്പെടുത്തിയതും നാം, നിങ്ങളെ രക്ഷപ്പെടുത്തിയതും നാം, അവരെ മുക്കിയതും നാം. നിങ്ങൾ നോക്കി രക്ഷപ്പെട്ട നിങ്ങൾ മറുകരയിൽ നോക്കി നിൽക്കവേ അവരെ മുക്കിയതും നാം തന്നെ. എല്ലാം നിങ്ങളല്ല, നിങ്ങൾ രക്ഷപ്പെട്ടതല്ല. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ? അങ്ങനെയല്ല. നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? നാം കടൽ പിളർത്തിയില്ലേ? നാം അവരെ മുക്കിയില്ലേ? മുഅ്മിനെ ചിന്തിക്കണം. അതുകൊണ്ട് അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം.
അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം. ജല്ല ജലാലായ റബ്ബിൽ അചഞ്ചലമായ വിശ്വാസമില്ലാതെ ഒരു മനുഷ്യന് മുഅ്മിനാകാൻ കഴിയുകയില്ല. അപ്പോൾ ഏതൊരു പ്രശ്നത്തിന്റെയും ഒരു ലാഭം എന്താണ്? ഈമാൻ ഉണ്ടാവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം കമസലി ഷജറത്തിൻ, ഒരു മരത്തിന്റെ ഉദാഹരണമാണ്. ലാ തതനാസറു ഔറാഖുൽ യാബിസ, അതിന്റെ ഇല ഉണങ്ങിയാലും താഴേക്ക് കുഴിഞ്ഞു വീഴുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ മസലുൽ മുഅ്മിനീന കശജറത്തിൻ, അതിന്റെ കൂടെ അല്ലേ മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? മുഅ്മിനായ മനുഷ്യൻ ഒരു മരത്തെ പോലെയാണ്. ലാ തതനാസറു ഔറാഖുൽ യാബിസ, അതിന്റെ ഉണങ്ങിയ ഇലകൾ പോലും ഒഴിഞ്ഞു വീഴുകയില്ല. അതിൽ കുലിമഹിയ, ആ മരമേതാണെന്ന് പറയാൻ കഴിയുമോ എന്ന് മുഹമ്മദ് മുസ്തഫ. സഹാബികളെല്ലാം നോക്കിയിരുന്നു, ആർക്കും മനസ്സിലായില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കിട്ടുന്നു, പക്ഷെ പറയാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ബാപ്പ സ്വന്തം മുന്നിൽ കിട്ടാതിരിക്കുന്നുണ്ട്. പിന്നെ ബാപ്പാനെ മറികടന്ന് പറയേണ്ടെന്ന് വിചാരിച്ച് ബാപ്പാന്റെ മകൻ ഇബ്നു ഉമർ മുന്തിയില്ല റളിയല്ലാഹു അൻഹു. ഏതാണ് ആ മരം? മുസ്ലിമിന്റെ മുഅ്മിനിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു മരമാണ്. ഉണങ്ങിയാൽ പോലും ഇല ഒഴിഞ്ഞാടില്ല. മനസ്സിലായില്ല? ഉണങ്ങിയ ഇലയും പറ്റിപ്പിടിച്ച് നിൽക്കും. എന്തിന്മേൽ? മനസ്സിലായില്ലേ? ഏതാ മരം? ആർക്കും കിട്ടിയില്ല. അപ്പോൾ ഹബീബ നബി പറഞ്ഞു അന്നഖ്ല, അത് ഈത്തപ്പനയാണ്. മനസ്സിലായില്ല? പനവർഗത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. പന ഇല കൊഴിഞ്ഞാടൂല, തെങ്ങ് പോലെ. മനസ്സിലായില്ല? ഇലയായിട്ട് കൊഴിഞ്ഞാടൂല. നേരെ മറിച്ച് മാവ് അങ്ങനെയല്ല. മാവിന്റെ ഇല പറയും മനുഷ്യന്മാരെ, ഇല പൊഴിത്തുടങ്ങിയാൽ കൊഴിഞ്ഞാടും. നേരെ മറിച്ച് പനവർഗത്തിന്റെ സ്വഭാവം. പന ഒരിക്കലും ഉണ്ടാവില്ല, ഇല കൊഴിഞ്ഞാടൂല. ഇത് മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉണങ്ങിയാലും കൊഴിഞ്ഞാടൂല, പറ്റിപ്പിച്ചടക്കും. അത്രയും വലിയ ബന്ധം ഉണ്ടാവും ഈ മരവും ഈ ഇലയും തമ്മിൽ. അത്രയും വലിയ ബന്ധം ഉണ്ടാവും അല്ലാഹുവും അടിമയും തമ്മിൽ. അതാണ് മുഅ്മിന്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവിടേക്ക് എത്തണം. അല്ലെങ്കിൽ ഇതിലൊന്നും ലാഭമില്ല. ഇതൊക്കെ ലാഭം തന്നെയാണ്. ചിന്തിക്കണം. ഉമ്മത്തി അലാബുഹാ ഫിദ്ദുനിയ വലൈസ ലഹും അലാബു ഫിൽ ആഖിറ. എന്റെ സമുദായത്തിന്റെ അദാബ് ദുനിയാവിലായിരിക്കും, ആഖിറത്തിൽ അദാബ് ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ സമുദായത്തിന് അന്ത്യനാളിൽ പരീക്ഷണം അധികരിക്കും. ശുദ്ധീകരിക്കപ്പെട്ട വെള്ളിയെ പോലെ അവൻ ശുദ്ധനായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ. പരീക്ഷണം അധികരിക്കുമ്പോൾ അങ്ങനെ പരീക്ഷിക്കപ്പെടും. തീയിലിടുന്നതിനനുസരിച്ച് വെള്ളി നന്നായതുപോലെ ശുദ്ധീകരിക്കപ്പെട്ട വെള്ളിയെ പോലെയാവും. ഏത് പരീക്ഷണത്തിലും അല്ലാഹുവിലേക്ക് മടങ്ങും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ പ്രസംഗത്തിലെ ഒന്നാം ഭാഗം ഞാൻ കഴിഞ്ഞു. രണ്ടാം ഭാഗത്തിലേക്ക് കയറാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലാഹു രക്ഷിക്കുമെന്ന് എല്ലാവരും വിചാരിക്കണം. എന്ന ഭൗതികമായ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യണം. സമരം പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് ചെയ്യണം. പക്ഷെ വിശ്വാസപരമായ കാര്യം ഒരു ചാഞ്ചാട്ടം ഉണ്ടാകരുത്. അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് എല്ലാവരും ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, എന്താ ശ്രദ്ധിക്കേണ്ടത്? വഅതിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. അടുത്ത വാക്ക് വഅതിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിനെ നിങ്ങൾ വഴിപ്പെടണം, റസൂലിനെ വഴിപ്പെടണം. അപ്പോഴേ നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടണമെങ്കിലും വഴിപ്പെടണം. ആർക്ക് വഴിപ്പെടണം? അല്ലാഹു വഴിപ്പെടണം, റസൂലിനെ വഴിപ്പെടണം. ചിന്തിക്കണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിന്തിക്കണം. ഒരു ജനത്തിന്റെ മേൽ അല്ലാഹുവിന്റെ കോപം വന്നാൽ അക്രമിയെ പിടിച്ച് ഭരണാധികാരിയാക്കാം എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ജനത്തിന്റെ മേൽ അല്ലാഹുവിന്റെ കോപം വന്നാൽ അക്രമിയെ പിടിച്ച് ഭരണാധികാരിയാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഭരണാധികാരി കോപിച്ചാൽ യഥാർത്ഥത്തിൽ കോപിച്ചത് ആരെന്നെയാണ്? അല്ലാഹു. കാരണം ഭരണാധികാരിയെ മാറ്റാൻ ആർക്ക് കഴിയും? മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പരിശുദ്ധ ഖുർആൻ.
ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, അധികാരത്തിന്റെയും ഉടമക്കാരനായ അല്ലാഹുവേ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്ക് നീ അധികാരം നൽകും, വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അപ്പോൾ എതിരാളെ മാറ്റാനും തിരുത്താനും അല്ലാഹുവിന് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിലേക്ക് മടങ്ങുക. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഖൈർ വരുന്നതിന് നിങ്ങൾ അതിന് ഇത് മിനൽ ശൈഉ മിനൽ ഇദാ അബ്തഅകും ഖൈറു ശൈഉ മിനൽ ഖൈരി ഫലാ യഹ്ലന്നകും അലാ മഅസിയത്തില്ലാഹി വറസൂലിഹി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ഒരു ഖൈറിൽ നേരം വരുന്നത് നിങ്ങൾ കണ്ടാൽ അത് അല്ലാഹുവിനെ എതിര് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഒരു ഖൈർ നിങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ ആ ഖൈർ കിട്ടിയില്ല, നേരം വൈകി. ഒരു ഖൈർ നമ്മൾ വിചാരിക്കുന്ന നേരത്ത് വന്നോളമെന്നില്ല. ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ. വരട്ടെ, ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. അങ്ങനെ പറയുന്നത് ശരീരത്തിലും മനസ്സിലും ആരോഗ്യം കിട്ടാൻ നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യുക. ശത്രുവിനെ കണ്ടുമുട്ടിയാലോ ക്ഷമിച്ച് നിലകൊള്ളുകയും ചെയ്യുക എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ശത്രുവിനെയും കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾ വന്നാൽ നമ്മൾ അവർക്ക് വിവരം അറിയും. അങ്ങനെ ഞങ്ങൾ പറയുന്നത് ശത്രുവരലിനെ നിങ്ങൾ ആഗ്രഹിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിനും ശരീരത്തിനും അള്ളാഹു ആരോഗ്യം നിലനിർത്തി തരാൻ നിങ്ങൾ എപ്പോഴും ദുആ ഇറക്കണം. അള്ളാഹു നമുക്ക് മനസ്സിനും ആരോഗ്യം തരട്ടെ, ശരീരത്തിനും ആരോഗ്യം തരട്ടെ. അള്ളാഹു മനസ്സിനും ആരോഗ്യം തരട്ടെ. ഉറക്കാമി മതി. അള്ളാഹു തന്നെ നമുക്ക് മനസ്സിനും ആരോഗ്യം തരട്ടെ, ശരീരത്തിനും ആരോഗ്യം തരട്ടെ. ഇതല്ല കയ്യത്തും ശത്രുവിനെ കണ്ടുമുട്ടിയാലോ ഫസ്ബിറു, ക്ഷമിച്ച് നിലകൊള്ള. അങ്ങോട്ട് വരട്ടെ, നമ്മൾ കാട്ടി കൊടുക്കാം. അങ്ങനെ പറയുന്നത് ചിന്തിക്കണം. ഏതെങ്കിലും നാട്ടിലൊരു സംഭവം ഉണ്ടാവുമ്പോഴത്തേന് ഇത് പറഞ്ഞത് വരത്തില്ല, അത് ഇപ്പോൾ ഉണ്ടാവുന്ന ഇപ്പൊ തന്നെ ഉണ്ടാവുന്നു, ഇപ്പൊ തന്നെ തീരുമാനിക്കുക. അങ്ങനെ പറയുന്നത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ പുതിയൊരു പരിപാടി അങ്ങനെയാണ്. അവിടെ ഊപ്പിയിൽ അങ്ങനെ ഉണ്ടായി, കാശ്മീരിൽ അങ്ങനെ ഉണ്ടായി, അപ്പൊ നാളെ ഇവിടെ ഉണ്ടാവുകയാണ് എന്ന് പച്ച നുണ പറയാ. ഇതിവിടെ ഉണ്ടാവുന്ന ആരെയാണ് പറഞ്ഞത്? അള്ളാഹ് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അവിടെയൊക്കെ നടക്കുന്ന പണി നടക്കും എന്ന് വിചാരിക്കരുത്. ഈ ആരില്ല അഭയം തേടുക. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ഈമാന്റെ ഭാഗങ്ങളാണ് ഈ പറയുന്നത്. ഇത് ശരിക്കും ഇന്നിപ്പോ നേരം വിളിച്ച പറയുന്ന വർത്തമാനങ്ങളാണ്. അവിടെ അങ്ങനെ ഉണ്ടായി ചോരേണ്ട ആവശ്യമില്ല. അവിടെ അങ്ങനെ അത് വേറല്ലേ, അതിന്റെ ആവശ്യം ഇത് വേറല്ലേ. ചിന്തിക്കണം. ശത്രുവിനെ കണ്ടുമുട്ടാൻ കുടിച്ചാലോ അല്ലാഹു തആല അവന്റെ സംരക്ഷണം വിവരിക്കും. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാ ഞങ്ങളെ പ്രതീക്ഷ. ഇപ്പോൾ അള്ളാഹുവിനോട് പറയാം, പഠിച്ചോനെ ഞങ്ങളെ സംരക്ഷിക്കും, ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാ നമ്മളെ പ്രതീക്ഷ. മനസ്സിലായോ? എല്ലാവരും അങ്ങനെ പറഞ്ഞാലും അങ്ങനെ വിധി വരും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അവിടെ ഇങ്ങനെ വിളിച്ചു പറയരുത്. കോഴിക്കോട്ടെ കുറച്ച് പത്രക്കാർക്ക് ഒരു പണിയില്ല, അത് നമ്മൾ ഏറ്റെടുക്കരുത്. അത് കൂടത്തായിക്കാർക്ക് ഒരു പെണ്ണ് കുറച്ച് ആളുകളെ കൊന്നപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു പത്രക്കാരെ ഏറ്റെടുക്കുമ്പോൾ ഖിയാമത്ത് വരെ ഓളെ പറ്റി മാത്രമേ പത്രത്തിലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു, അപ്പോഴാണ് ബില്ല് വന്നത്. പിന്നെ ഇപ്പൊ കൂടത്തായി എവിടെ, ജോളി എവിടെ, ഓളിയില്ല ജോളിയില്ല. ഓളഞ്ഞ് ജയിലിലടന്ന് ഇവർക്ക് എന്ത് പറയുന്നത്? ഇവർക്കൊരു പണി. കോഴിക്കോട്ട് പത്രക്കാരുണ്ട്, ഇവർക്ക് ഒരു പണിയില്ല. നേരെ പോകുമ്പോൾ പത്രം വെക്കണം, അപ്പൊ എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടണം. അപ്പൊ ഒരു കണ്ടിമ കൂട്ടിപ്പിടിക്കും, എന്താണെങ്കിലും അതിനോട് കൂട്ടൂര്. എന്തുകൊണ്ട്? പത്രം നേരത്തെ എഴുതി നിറച്ചാൽ നേരത്തെ വലിയ പോകാം. അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ആളുകൾ പത്രത്തിൽ കോഴിക്കോടുണ്ട്, അവരെ പോലെ നിങ്ങളാകരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമുക്കൊരു പത്രമുണ്ട്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ തഖശഉറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് ദാലിക ഹുദല്ലാഹ്. നമുക്കൊരു പത്രമുണ്ട്, അത് ഖുർആനാണ്. അള്ളാഹു ആ പത്രത്തിന്റെ ആളുകളാക്കി നമ്മളെ മാറ്റട്ടെ. പേടിക്കണ്ട. അതുകൊണ്ട് ഇതിലൊക്കെ പല ജാതി രാഷ്ട്രീയ മുതലെടുപ്പിൽ നടക്കുന്നവരും ഉണ്ടാകും. അത് എല്ലാം കൂടെ ഇപ്പൊ തെളിച്ച് പറയുന്നത് ഖൈറില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
ശത്രുവിനെ കണ്ടുമുട്ടാൻ നീ കൊടുക്കരുത്. മനസ്സിനും തടിക്കും ആരോഗ്യം തരണമേ എന്ന് നീ കൊതിച്ചാഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുക. ഒരു റിവായത്തിന് അപ്പുറത്ത് ഒരു റിവായത്തിലുണ്ട്, ഇന്നല്ലാഹു യുഹിബ്ബു അൻ യുസ്അലൽ അഫ്വ വൽ ആഫിയ. നിങ്ങൾ ഞെട്ടിച്ചാടി നടക്കണതല്ല അള്ളാഹ്ക്ക് ഇഷ്ടം, നിങ്ങൾ ആരോഗ്യം ചോദിക്കുന്നതും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, നിങ്ങൾ ചെയ്ത തെറ്റുകൾ മാപ്പ് ചോദിക്കുന്നതും അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ട് കാര്യങ്ങൾ ചോദിക്കണം അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. എപ്പോഴും അള്ളാഹ്ക്കോട് രണ്ട് കാര്യം ചോദിച്ചാൽ ഇഷ്ടമാണ്. ഒന്ന്, ചെയ്ത കൂട്ടികളിൽ മാപ്പ് ചോദിക്കുക. രണ്ട്, ആരോഗ്യം ചോദിക്കുക. രണ്ട് കാര്യം ചോദിച്ചാൽ അള്ളാഹ് വലിയ ഇഷ്ടമാണ്. എന്ത്? അള്ളാഹ് തെറ്റ് പറ്റിയിട്ടുണ്ട്, മാപ്പ് തരണേ എന്ന് പറയാം. രണ്ട്, പഠിച്ചോനെ എന്റെ തടിക്ക് എന്റെ തടിക്ക് ആരോഗ്യം. രണ്ട് കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ചോദിക്കപ്പെടാൻ. എന്ത്? അൽ അഫ്വ, ചെയ്തു കൂട്ടിയതിനുള്ള മാപ്പും, വൽ ആഫിയ, തടിക്കുള്ള ആരോഗ്യവും തടിക്കും മനസ്സിനും ഒക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദ്യത്തെ ഹദീസിലേക്ക് തിരിച്ചു വരി. ലാ തതമന്നൗ ലിഖാ അൽ അദുവി, ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ കൊതിക്കരുത്. വസ്അലുല്ലാഹ അൽ ആഫിയ, അല്ലാഹുവിനോട് നിങ്ങൾ ആഫിയത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. പ്രശ്നം ഞങ്ങൾക്ക് തടിക്കും മനസ്സിനൊക്കെ നല്ല ആരോഗ്യം തരും. സന്തോഷം അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. എന്നാൽ പ്രതിസന്ധി വന്നാലോ, ശത്രുവിനെ അഭിമുഖീകരിക്കേണ്ട പ്രതിസന്ധി വന്നാലോ, നിങ്ങൾ ക്ഷമിച്ച് നിലകൊള്ളുക. ഒരു പേടിയും വേണ്ട, അല്ലാഹു റബ്ബ് തന്നെ. അല്ലാഹു റബ്ബാണ്, അല്ലാഹു രക്ഷപ്പെടുത്തും, പേടിക്കണ്ട. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇവിടെ വിഷയത്തിന്റെ മർമ്മത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിച്ചു. എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടണം. നിങ്ങൾ അല്ലാഹുക്കും റസൂലിനും വഴിപ്പെടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹറാമുകൾ ഒഴിവാക്കണം. ഹറാം ഒഴിവാക്കിയാത്തവരെ അല്ലാഹു തആല സംരക്ഷിക്കുകയില്ല. ചിന്തിക്കണം. ഹറാം ഒഴിവാക്കാത്തവരെ അല്ലാഹു തആല സംരക്ഷിക്കുകയില്ല. ഒരിക്കലും ചിന്തിക്കണം. അല്ലാഹു വഴിപ്പെടാതെ അല്ലാഹുവിന്റെ റഹ്മത്ത് വരികയില്ല. സലാം അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, ഫഇന്ന റഹ്മത്തുല്ലാഹി ലാ തഅതി ഇല്ലാ ബിത്വാഅത്തില്ലാഹ്. പടച്ചോനെ വഴിപ്പെടാതെ പടച്ചോന്റെ റഹ്മത്ത് വരികയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ എന്ത് വേണം? അല്ലാഹു വഴിപ്പെടണം. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. കുറ്റങ്ങളൊക്കെ അവനവന്റെ ജീവിതത്തിൽ വരുന്നതെന്ന് പരിശോധിക്കുക. കുറ്റങ്ങളൊക്കെ മാറി നിൽക്കുക. കുറ്റങ്ങളൊക്കെ മാറി നിൽക്കുക. ചിന്തിക്കണം. രാത്രി കാലങ്ങളെ നിങ്ങൾക്കറിയാം, രാത്രി ഉറങ്ങാനും ഇബാദത്തിനുമുള്ള സമയമാണ്. രാത്രി പന്ത് കളിക്കാനുള്ള സമയമല്ല. രാത്രിയിലെ കളി മലബാറിനെ നശിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലാ തഹ്സബന്നല്ലാഹ ഗാഫില, അല്ലാഹു അശ്രദ്ധനാണെന്ന് ആരും വിചാരിക്കണ്ട. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മലബാറിൽ ഇങ്ങനെയല്ല. മലബാറിൽ മഗ്രിബിന്റെ 6 മണിയായിട്ട് പന്തളിക്കുന്നവരെ പോലും പഴയ കാലത്ത് കാക്കമാർ സമ്മതിക്കൂല. നമ്മളൊക്കെ സ്കൂൾ വിട്ട് പാടത്തെ പന്ത് കെട്ടി കളിക്കുന്ന നേരത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ ഒരു 6 മണി ആയാൽ തന്നെ വയസ്സന്മാരിങ്ങനെ പോക്കണം. പോയടാവുന്ന് പറയും. ബാങ്ക് കൊടുക്കാനായത് കണ്ടില്ലേ? പോയടാവുന്നു അല്ല, അങ്ങനെ തന്നെ അല്ലേ? ഒറ്റ ഭാഷ എല്ലാവരും പറയും. എന്തുകൊണ്ട്? രണ്ട് കാര്യം. ഒന്നാർക്കും ആരെയും ആ കാലത്ത് ഉപദേശിക്കായിരുന്നു. നിങ്ങൾ ആരാകാക്കാൻ ആരും ചോദിക്കൂല. നിങ്ങൾ ഞങ്ങൾ ഉപദേശിക്കാൻ നിങ്ങൾ ആരാകാക്കാൻ ആരും ചോദിക്കൂല. ഒന്ന്. രണ്ട്, ആർക്കും ആരും ഉപദേശിക്കാം. ആർക്കും ഏതൊരു നല്ലത് പറയുന്നവരെയും ആർക്കും ഇഷ്ടമാണ്, ആർക്കും പേടിയാണ്. സാലിങ്ങളെ പേടിയാണ്, പരിസമാരെ പേടിയാണ്. 6 മണിക്കപ്പുറം പന്തളിക്കാൻ സമ്മതിക്കൂല. ഇന്നെന്താ നമ്മുടെ അവസ്ഥ? ഇന്ന് മലബാറിൽ എന്ന് പറഞ്ഞാൽ ഇത്ര കണ്ണിലുള്ള പന്തുകളി ഗ്രൗണ്ടുകൾ അമേരിക്കയിൽ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. ആ രൂപത്തിൽ മലബാർ പന്തുകളിലെ കേന്ദ്രമായി. എപ്പോഴാ കളി തുടങ്ങിയ? മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ തുടങ്ങി. എത്ര പിന്നെ സുബഹിയോടുകൂടെ സുബഹി വരെ കളിയാണ്. സുബഹി വരെ കളിയാണ്. എല്ലായിടത്തും കളിയാണ്. وهم نائمون
താമസിക്കുന്ന രാത്രികളിൽ എന്റെ ശിക്ഷ അവർക്ക് വരുന്നതിന് അവർ നിർഭയരാകുന്നത് എങ്ങനെ? അവർ നിർഭയരാകുന്നുവോ? അവർ ഉറങ്ങുന്ന രാത്രിയിൽ അവർ വ്യഭിചരിക്കുന്ന രാത്രി എന്ന് പോലും അല്ല പറഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവർ വ്യഭിചരിക്കുന്ന രാത്രിയിൽ എന്നല്ല പറഞ്ഞത്, അവർ ഉറങ്ങുന്ന രാത്രിയിൽ. രാത്രി എന്തിനാ ഉണ്ടാക്കിയത്? ഉറങ്ങാണ്ടാക്കിയതാണ് രാത്രി. എന്നിട്ടും രാത്രിയിൽ അതിൽ വിട്ടുറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിന് നിങ്ങൾ നിർഭയരായിരിക്കുന്നുവോ എന്നുള്ള ചോദിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അഥവാ രാത്രി ഉണ്ടാക്കിയത് തന്നെ ഉറങ്ങാനാണ്, എന്നിട്ടും ഉറങ്ങുന്നതിനെ പരിധി വിട്ടുറങ്ങുന്നതിനെ വിമർശിച്ചു. എങ്കിൽ രാത്രി കളിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ചിന്തിക്കും. മറ്റേ ഇന്ത്യയിലെ ഏത് നാടിനേക്കാളും രാത്രിയുള്ള കളിമാർ അധികരിച്ചിരിക്കുന്നു. ഏത് മലബാറിലെ ഇന്നത്തെ കളി മലബാറിന് വലിയ ആപത്ത് വരുത്തുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. വേറൊരു നാട്ടിൽ ഇത് കാണാൻ കഴിയില്ല. ചിന്തിക്കണം. അട്ടപ്പാതിരൊക്കെ പന്ത് കളിക്കും. ആരെ കളിക്കുന്നത്? മുസ്ലിമീങ്ങളെ മക്കളെ. 12 മണി, 2 മണി, 3 മണി, 4 മണി സുബഹിക്ക് ജമാഅത്ത് ബാങ്ക് കൊടുത്ത് ആളുകൾ വരുമ്പോഴും പന്ത് കളി ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടാവും. അപ്പുറത്തെ നിസ്കാര പള്ളിയാണ്, ബാങ്കാണ്. ഇപ്പുറത്താകട്ടെ കെട്ടിയുണ്ടാക്കിയ സ്വർഗസമാനമായ ഗ്രൗണ്ടുകളാണ്. ആരാണ് കളിക്കുന്നത്? നാട്ടിലെ പ്രധാനികളുടെ മക്കളെ. ചോദ്യം ചെയ്യാനാളില്ല, പറയാനാളില്ല, നിയന്ത്രിക്കാൻ ആളില്ല. ഇത് വലിയ ആപത്താണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊരു ഉദാഹരണമാണ്. അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കേണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതൊരു ഉദാഹരണം പറഞ്ഞാണ്, ഞാൻ അത് നീട്ടി പറയുന്നില്ല. ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ എടുത്തു നോക്കുക. മലബാറിൽ ഇന്ന് വന്ന ഒരു സാഹചര്യം, ഒരാൾക്കും ഒരാളെയും വിമർശിക്കുവാനുള്ള ഒരു സാഹചര്യം മങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നറിയാം. ഒരു വിമർശനത്തെ ഉൾക്കൊള്ളൂല. എങ്ങനെയൊക്കെ അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും, അങ്ങനെ ചെയ്യും. اللهم لا يدركني الزمان لا يطمع فيه العليم എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ആലിം പറഞ്ഞാൽ പിന്തുടരപ്പെടാത്ത ഒരു കാലം വരും. ആ കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ലാ യുദ്രികുനി സമാനുൻ, അല്ലാഹുവേ എനിക്കൊരു കാലം എത്താതിരിക്കട്ടെ, ഒരു കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. എന്നൊരു ആലിം പറഞ്ഞാൽ അത് പിൻപറ്റപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അവർ ശ്രദ്ധിക്കുക. ഇത് വലിയ ആപത്താണ്. മലബാറിന് വന്നുകൊണ്ടിരിക്കുന്ന വലിയ ആപത്താണ്. അതിൽ നിന്ന് ചെറുപ്പക്കാർ മാറി നിൽക്കണം. ഈ പന്ത് കളി ഗ്രൗണ്ടുകളൊക്കെ അവസാനിപ്പിക്കണം. ഇതിനെ വേണ്ടെന്നല്ല പറയുന്നത്. ഒക്കെ അതിന്റെ സമയം വെച്ച് ചെയ്യണം. അതിന്റെ പരിധിയപ്പുറത്തേക്ക് പോകരുത്. അത് നമുക്ക് വലിയ ആപത്തുണ്ടാക്കും. ചിന്തിക്കണം. അള്ളാന്റെ റഹ്മത്തില്ലാതെ പറഞ്ഞാൽ നടക്കില്ല. അള്ളാന്റെ റഹ്മത്ത് വളരെ ആവശ്യമായ സന്ദർഭവുമാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ നിലയിലും റഹ്മത്ത് ആവശ്യമായ ഒരു സന്ദർഭം വന്നിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ രാഹിത്യം വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഗൾഫിലെ നാളുകൾ പുറകോട്ട് പോകും. ഗൾഫിലെ നാളുകൾ പുറത്തു വന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഞ്ഞി കുടിപ്പയിലെ മുട്ടും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ഈ പന്തുകളിയുമായി മുന്നോട്ട് പോകരുത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വെറുതെ മൂല്യമാര് പറയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് വലിയ പ്രശ്നമുണ്ടാക്കും. എന്തുകൊണ്ട്? 957 കേരളപ്പിറവിയുടെ സന്ദർഭത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന മലബാറിൽ ഉണ്ടായിരുന്ന നെൽകൃഷിയുടെ 10% നെൽകൃഷി പോലും ഇന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇല്ല. ഒരു നെൽകൃഷി മര്യാദക്ക് കാണണമെങ്കിൽ നമ്മൾ ഇന്ന് പാലക്കാട് പോകണം. പാലക്കാട് തന്നെ നെൽകൃഷി കുറഞ്ഞു. അപ്പൊ പുറത്തുനിന്ന് അരി വരണം. പുറത്തുനിന്ന് അരി വരാതെ മലപ്പുറം ജില്ലയിൽ തിന്നാൻ കഴിയൂല. പിന്നെ പൈസ കിട്ടിയാൽ നടക്കുമെന്ന്. പൈസ പുറത്തുനിന്ന് വന്നില്ലെങ്കിലോ? സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ.